നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോസ് മോൻസ് ക്ലിക്സ്. നമ്മുടെ കപ്പൽ തുറമുഖം ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പം അങ്ങനെ അവിടെ എത്തിയപ്പോഴത്തേക്കും ചെറിയൊരു വെയിറ്റിംഗ് കിട്ടി. അതുകൊണ്ട് നങ്കൂരം ഇട്ടിട്ടുണ്ട്. കപ്പൽ നങ്കൂരത്തിൽ കിടക്കുമ്പോൾ നമ്മൾ കപ്പൽ ജീവനക്കാർ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്യുന്ന ചെറിയൊരു കലാപരിപാടിയാണ് ഇപ്പോൾ ഈ കാണുന്നത്. കപ്പലിൻ്റെ ഏറ്റവും പുറകുവശമായ പൂപ്പ് ഡെക്കിലാണ് മീൻപിടുത്തം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ജീവനുള്ള ഇരയെ ഒന്നും തന്നെ ഇട്ടിട്ടില്ല. ലൂറിൽ തിളങ്ങുന്ന സ്റ്റിക്കർ ഒട്ടിച്ച് അതിൽ ലൈറ്റ് ഇട്ട് പറ്റിക്കാനുള്ള പരിപാടിയാണ്. കുറേ നേരത്തെ ശ്രമത്തിന് ശേഷം ആദ്യത്തെ ഒരു മീൻ കിട്ടി. അത് അയലയായിരുന്നു. അപ്പം ഒരു മീനെങ്കിലും കിട്ടിയപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. അങ്ങനെ വീണ്ടും മീനുകളെ പിടിക്കാനായിട്ടുള്ള നടപടികളൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് നേരത്തെ ശ്രമത്തിന് ശേഷം ഓരോന്നായിട്ട് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ദിവസം നമുക്കൊരു 6 മീനെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇനി പകൽ സമയത്ത് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പകൽ സമയം ആയപ്പോഴത്തേക്കും അയലക്കുഞ്ഞുങ്ങളുടെ വലിയൊരു കൂട്ടം തന്നെ നമുക്കവിടെ കാണാൻ സാധിച്ചു. എന്നാൽ ആർക്കും തീറ്റയൊന്നും വേണ്ട. എങ്ങനെയോ അബദ്ധവശാൽ 1-2 മീനുകൾ കിട്ടുന്നു. നമുക്ക് വലിയ മീനുകളെ പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ താല്പര്യം. അതുകൊണ്ട് തന്നെ കിട്ടിയ അയലക്കുഞ്ഞിനെ വലിയ ഹുക്കിൽ കൊളുത്തിയിട്ട് വീണ്ടും കടലിൻ്റെ അടിയിലേക്ക് ഇറക്കിയിട്ടുണ്ട്. അതിനിടയ്ക്ക് എനിക്കും കിട്ടി ഒരു അയലയെ. ഇടയ്ക്കിടയ്ക്ക് കിട്ടിയ മീനുകളെ നമ്മൾ ചീഫ് ഹുക്കിന് കൊടുത്ത് പറ്റുന്ന രീതിയിലൊക്കെ 4ആയിട്ടൊക്കെ മുറിച്ച് ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവസാനം കിട്ടിയ മീനിനെ ജീവനോടെ വെച്ചേക്കാം എന്ന് കരുതി കടലിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളമൊക്കെ എടുത്ത് അതിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ഇതിനെ വെച്ചിട്ട് നമുക്ക് വലിയ മീനെ പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇടയ്ക്കിടയ്ക്ക് പല സ്ഥലങ്ങളിലും മീൻ പിടിക്കാൻ നോക്കുന്നു. പക്ഷേ കാര്യമായിട്ടൊന്നും തടയുന്നില്ല. അങ്ങനത്തെ 2ാമത്തെ ദിവസവും മാറിക്കിട്ടി. പ്രതീക്ഷകൾ കൈവിടിയാതെ 3-ാം ദിവസം വൈകുന്നേരം അത്താഴത്തിന് ശേഷം ചെന്നപ്പോഴത്തേക്കും ആദ്യത്തെ വലിയ മീനെ കിട്ടി. അതൊരു ചൂരക്കുഞ്ഞായിരുന്നു. അതിനുശേഷം പെട്ടെന്ന് അടുത്ത മീനുകൾ കിട്ടിത്തുടങ്ങി. അതോടെ എല്ലാവർക്കും നല്ല ആവേശമായി. ഇപ്പം നമ്മൾ മീനെ ആകർഷിക്കാനായിട്ടൊരു ഫ്ലഡ് ലൈറ്റ് താഴോട്ട് താത്തിയിട്ടുണ്ട്. അപ്പം ആ ലൈറ്റ് കാണുമ്പം ചെറിയ മീൻ കുഞ്ഞുങ്ങൾ വരും. അതിനെ തിന്നാനായിട്ടാണ് ഈ ഒരു ചൂരമീൻ്റെ ഒക്കെ കൂട്ടങ്ങൾ വന്നേക്കുന്നത്. ഇത്ര ദിവസം വെയിറ്റ് ചെയ്തതിൻ്റെ അടിപൊളി. കിട്ടുവാണെങ്കിൽ ഇങ്ങനെ കിട്ടണം അല്ലേ? അപ്പം നിമിഷ നേരം കൊണ്ട് പെട്ടെന്ന് മീനുകളെ കിട്ടിത്തുടങ്ങി. അതോടുകൂടി എല്ലാവരും നല്ല രീതിയിൽ ആവേശത്തിലായി. ഇത്രയും പെട്ടെന്ന് മീൻ കിട്ടുന്നത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. ഇപ്പം നമുക്ക് കടയിൽ നിന്ന് വാങ്ങിച്ച ലൂറുകൾ കുറവായതുകൊണ്ട് തന്നെ സ്പൂണിലൊക്കെ മുറിച്ച് ഒരു മീനിൻ്റെ ഷേപ്പിൽ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് അങ്ങനെ അതിലിട്ട് എനിക്കും കിട്ടി ഒരു മീനിനെ. എന്നാൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു സെറ്റപ്പിൽ മീനുകൾ അതിൽ കുറവാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പം നമ്മൾ ഒരു തിളങ്ങുന്ന സ്റ്റിക്കർ ലൂറിൽ ഒട്ടിച്ച് നല്ല രീതിയിൽ ലൈറ്റൊക്കെ ഇട്ടാണ് മീനുകളെ പിടിക്കുന്നത്. നമ്മുടെ കപ്പൽ കിടക്കുന്നതിൻ്റെ ചുറ്റും ഇഷ്ടംപോലെ വേറെയും കപ്പലുകളുണ്ട്. അതിൻ്റെ ലൈറ്റാണ് രാത്രിയിൽ ഇങ്ങനെ കിടക്കുന്നത് കാണുന്നത്. ഇപ്പോൾ ബൾക്ക് കാരിയർ പോലുള്ള കപ്പലുകളൊക്കെ 1 മാസമായിട്ട് നങ്കൂരത്തിൽ അകത്ത് കയറാൻ വെയിറ്റിംഗ് ചെയ്ത് കിടക്കുവാണ്. എന്നാൽ നമുക്ക് ഒരു 4 ദിവസത്തെ വെയിറ്റിംഗ് ആണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത്. കിട്ടി. അപ്പം മീനുകൾ കിട്ടിത്തുടങ്ങിയതോടുകൂടി ആളുകളുടെ ആവേശത്തിലായി. അങ്ങനെ പുതിയ ഹുക്കുകളൊക്കെ ഇട്ട് മീൻപിടുത്തം തുറന്നുകൊണ്ടേയിരുന്നു. ആ 4 ദിവസത്തിൽ ആദ്യത്തെ 2 ദിവസം വലിയ കാര്യമായിട്ടൊന്നും തടഞ്ഞില്ല. എന്നാൽ 3ാമത്തെ ഈ ഒരു ദിവസമായിരുന്നു നമുക്ക് വേണ്ടി വെച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും ആദ്യത്തെ ഒരു ശ്രമത്തിൽ കിട്ടിയെന്ന് വരത്തില്ല, 2ാമത്തെ ശ്രമത്തിലും കിട്ടിയെന്ന് വരത്തില്ല. വീണ്ടും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇതുപോലെ അതിൻ്റെ സമയമാകുമ്പോൾ എല്ലാം നല്ല രീതിയിൽ വന്നോളും. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ കിട്ടിയ മീനുകൾ. അപ്പം അങ്ങനെ നിമിഷ നേരം കൊണ്ട് കുറേ മീനുകളെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കിട്ടിയ മീനുകൾ കൂടുതലായിട്ടും ചൂരയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നെയ്മീനും കിട്ടിയിട്ടുണ്ട്. അടുത്ത കിട്ടിയോ? അപ്പം അങ്ങനെ
വൈകുന്നേരം 10 മണിയോടുകൂടി അത്യാവശ്യം ആ ഒരു ബോക്സ് 3/4 മീനുകൾ കിട്ടി. അപ്പോൾ അതിനെയും നമ്മൾ ചുമന്നുകൊണ്ട് നേരെ കപ്പലിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. അങ്ങനെ കപ്പലിൻ്റെ ഗാലി എന്നറിയപ്പെടുന്ന അടുക്കളയിലെത്തി മീനുകളെല്ലാം നല്ല രീതിയിലൊന്ന് കഴുകി ട്രെയിലോട്ട് അറേഞ്ച് ചെയ്ത് വെക്കുവാണ്. അപ്പോൾ അടുത്ത ദിവസം ഫ്രഷായിട്ട് തിന്നാൻ വേണ്ടി ഉള്ള കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് ബാക്കി നമ്മൾ ഫ്രിഡ്ജിലോട്ട് കയറ്റുവാണ്. അടുത്ത ദിവസം മീൻ കറിയും മീൻ വറുത്തതും ഫിഷ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി നല്ല ഫ്രഷ് മീൻ സ്വാദോടെ ഭക്ഷിച്ചു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ്. താങ്ക് യു.